ഇന്ന് ചെയ്യുന്ന വീഡിയോ 105 ഇനത്തിൽപ്പെട്ട റബ്ബർ ചാലിങ്കൽ മണ്ണാർക്കാട് ചാലിങ്കൽ നഴ്സറിക്കാരുടെ റബ്ബറാണ് ഈ പ്രാവശ്യം ഞാൻ വെക്കുന്നത്. ഈ പ്രാവശ്യം പ്ലാറ്റ്ഫോം ഇല്ലാതെ നമുക്ക് റബ്ബർ നട്ടാൽ വിജയിക്കുമോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. വീഡിയോ അല്ല, അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ പ്രാവശ്യം റബ്ബർ നടുന്നത്. പ്ലാറ്റ്ഫോം ഇല്ലാതെ ഇറ്റാച്ചിയും കൊണ്ട് ഇത് കുഴിയൊക്കെ എടുത്ത് ഞാൻ വാഴയൊക്കെ ഇതിനിടയ്ക്ക് നട്ടായിരുന്നു. അതെല്ലാം ഉണക്കിന് പോയി. അപ്പോൾ പ്ലാറ്റ്ഫോം ഇല്ലാതെ എങ്ങനെ തൈ വെക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ്. ഇത് പിടിച്ചോ. ആദ്യമായിട്ട് നമുക്ക് തൈ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കട്ട് ചെയ്യുന്നത് ആദ്യം ഇതിൻ്റെ ഇങ്ങനെ ഇത് കട്ട് ചെയ്യുക. ചാലിങ്കൽ റബ്ബർ നഴ്സറിയാണ് മണ്ണാർക്കാട്. തൈ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നമ്പരൊക്കെ ഞാൻ തരാം. യാതൊരു കമ്മീഷനും ഇല്ല. നല്ല റബ്ബർ ആൾക്കാർ വെക്കുക, ഉൽപ്പാദനം കൂട്ടുക, അതാണ് ലക്ഷ്യം. അല്ലാതെ എനിക്ക് യാതൊരു കമ്മീഷനും ആരുടെയും വേണ്ട. ഈ റബ്ബർ എൻ്റെ വീടിനടുത്ത് ആൾക്കാർ വെട്ടുന്നുണ്ട്. 600-ൻ്റെ ചിരട്ട നിറച്ച് പാലുണ്ട് മിക്കവാറും എല്ലാ റബ്ബറിനും. 2 തോട്ടം തൈമരമുണ്ട്. ഇതെൻ്റെ വീടിനടുത്ത് തന്നെ ഒരു സ്ഥലത്ത് വെട്ടുന്നുമുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തൈയുടെ കുറ്റി വളഞ്ഞിരുന്നാൽ പ്രശ്നമില്ല. തൈ നേരെ നിൽക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ തൈ ഇങ്ങനെ വെക്കുമ്പം തൈ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെയല്ല കുഴിച്ച് വെക്കേണ്ടത്. ഈ തൈ എങ്ങനെ കറക്റ്റ് നേരെ നിൽക്കുന്നോ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിങ്ങനെ വെച്ചിട്ട് കുറച്ച് മണ്ണിടുക. ഉറയ്ക്കാനും മാത്രമുള്ള മണ്ണിടുക. അത് കഴിഞ്ഞിട്ട് മെല്ലെ ഈ കവറ് ബ്ലേഡും കൊണ്ടോ, ഞാനിപ്പോൾ കത്തിയും കൊണ്ടാണ്. ചേട്ടാ കത്തിയും എടുത്ത് കാലും കൊണ്ട് ഇങ്ങോട്ട് ഇട്ടാൽ മതി. മെല്ലെ മെല്ലെ ഇടും ചെറുകെ. ഞാൻ ഈ കത്തിയും കൊണ്ടാണ്, കറിക്കത്തിയും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. ബ്ലേഡ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിങ്ങനെ പൊട്ടിക്കുക. എന്നിട്ട് മെല്ലെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ കണ്ടോ, തൈ ഇളകിയിട്ടേ ഇല്ല. തൈ ഞാൻ വെച്ചത് തൈ അറിഞ്ഞിട്ട് പോലും ഇല്ല. കേട്ടോ, ചാലിങ്കൽ റബ്ബർ നഴ്സറി, അവരുടെ പരസ്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. നല്ല തൈ ആൾക്കാർ വെച്ചോട്ടെ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്കിലൊരു ഫോട്ടോ ഇട്ടായിരുന്നു. അപ്പോൾ തന്നെ ആൾക്കാർ വിളിക്കും, ഇത്രയും വലിയ തൈ എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെ ചോദിച്ച് എന്നെ ആൾക്കാർ ഇന്നലെ തന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ തൈ നേരെ നിൽക്കണം, കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ആദ്യം കുറച്ച് മണ്ണിടുക. പ്ലാറ്റ്ഫോം ഇല്ലാതെ നമുക്ക് എങ്ങനെ തൈ നടാമെന്നുള്ളതിനെക്കുറിച്ചൊരു പരീക്ഷണമാണ് ഞാൻ ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം ഇല്ലാതെ ഇതിനിടയ്ക്ക് നമുക്ക് മഴക്കുഴിയൊക്കെ എടുത്താൽ മതി. പ്ലാറ്റ്ഫോം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചാൽ അവിടെ നിൽക്കും. വളമിട്ടാൽ എങ്ങും പോകത്തില്ല. എന്നിട്ട് ഒരു ചേട്ട വളം ഇടുക, രാസവളം. തൈവളമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വളമാണ്. ഇപ്പോൾ തന്നെ വളം ഇട്ട് കൊടുക്കുക. ചെറിയൊരു ചേട്ട വളം. എല്ലുപൊടിയൊക്കെ കടലപ്പിണ്ണാക്കൊക്കെ ഇട്ടാൽ നല്ലതാണ്. പക്ഷേ പന്നി സമ്മതിക്കത്തില്ല. പന്നി വന്ന് കുത്തും. അത് പേടിച്ചിട്ടാണ് ഇതിടുന്നത്. കുഴപ്പമില്ല. ആകെ ഒരു 200 150 ഗ്രാം വളമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത്രയൊക്കെ ഇടാം, കുഴപ്പമൊന്നുമില്ല. ശരിക്ക് ഈ ബോണറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ കറക്റ്റ്
മണ്ണിങ്ങനെ മുട്ടി നിൽക്കണം. ഈ ഈ കണ്ണിങ്ങനെ മൂടി മണ്ണയിലിങ്ങനെ മുട്ടി നിൽക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ തൈ ചവിട്ടി അമക്കാൻ പാടില്ല. ചിലരുണ്ട് തൈ വെച്ച് കഴിഞ്ഞിട്ട് കാലും കൊണ്ട് 4 ചവിട്ടി ചവിട്ടും. അങ്ങനെ ചവിട്ടാൻ പാടില്ല. തൈ അറിയരുത് നമ്മൾ വെക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിളിച്ചൊരു അഭിനന്ദനമൊക്കെ പറയണം. ഓക്കെ, ഗുഡ് ബൈ.